ഇന്ദിരാഗാന്ധി അവർ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലം പോട്ടെ, അവർ ഇന്ത്യയിലെ ശക്തമായ ഒരു രാഷ്ട്രീയ സ്ഥാനം അലങ്കരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇത്രയും മോശമായ ഒരു പ്രതിപക്ഷമാണെന്ന് വിളിച്ചു പറയുന്ന മറ്റൊരു സിനിമയും ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അടൽ ബിഹാരി വാജ്പേയി കരഞ്ഞില്ല എന്നേ ഉള്ളൂ. ഈ ഇന്ദിരാഗാന്ധിയൊക്കെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഓടിച്ചുവിടാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ആരെങ്കിലും ഒരാൾ ചുവരിലും കൊണ്ട് എന്ന് ഇങ്ങോട്ട് നീങ്ങേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി വന്നോളാം സാർ എന്ന് പറയുന്ന അത്രയും വീക്കായി ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പടം. എമർജൻസി എന്നാണ് സിനിമയുടെ പേര്. ഇതിങ്ങനെ ഇത്ര എമർജൻസിയിൽ ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? കങ്കണ റൺഔട്ട് സ്ഥിരമായി ബോക്സ് ഓഫീസിൽ റൺഔട്ട് ആവുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് റൺഔട്ട് ആകാറുമുണ്ട്. പുള്ളിക്കാരി സംവിധാനം ചെയ്ത് റിലീസ് ചെയ്തിരിക്കുന്ന പടമാണ് എമർജൻസി. ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാൻ തന്നെ സൂപ്പർ സ്റ്റാർ ആവണമല്ലോ. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കങ്കണ റൺഔട്ട് തന്നെയാണ്. വേറെ ആരെങ്കിലും അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ കഥാപാത്രം എങ്ങാനും സ്ട്രോങ് ആയി പോയാലോ എന്നൊരു പേടി പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പരമാവധി തന്നെ കൊണ്ടാവും വിധം ആ കഥാപാത്രത്തിനെ ഒരു വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയി കാണിക്കാൻ കങ്കണ റൺഔട്ടിൻ്റെ പരിശ്രമം നടക്കുന്നുണ്ട്. നമുക്കത് ഉടനീളം കാണാനും പറ്റും. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയാൻ വേണ്ടി ഇവരെന്തിനാണ് ഇത്രയും ടെക്നിക്കലി നല്ല രീതിയിൽ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ മ്യൂസിക്. ജി.വി. പ്രകാശ് കുമാറും ആർക്കോ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ട്. ബാക്കി ജി.വി. പ്രകാശിൻ്റെയാണ് പാട്ടുകളുള്ളത്. പാട്ടുകൾ നല്ല രസമുണ്ടായിരുന്നു. പടം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്തും ഒന്ന് കേട്ട് നോക്കിയാലോ എന്ന് തോന്നുന്ന ഒരു സ്വഭാവം ആ പാട്ടുകൾക്ക് ഉണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വളരെ ഇമോഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്ന ആ സമയങ്ങളിലൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര പഞ്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വിഷ്വൽസും അത് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഫ്രെയിമാണെങ്കിലും ഒക്കെ വളരെ രസമായിട്ടാണ്. എനിക്ക് ഈ സിനിമയിൽ ആകെ പ്രശ്നമായിട്ട് തോന്നിയത് ക്യാരക്ടറൈസേഷൻസും പെർഫോമൻസും പിന്നെ ഈ സിനിമ എടുത്ത ഉദ്ദേശവുമാണ്. കങ്കണ റൺഔട്ടിലേക്ക് വരികയാണെങ്കിൽ പുള്ളിക്കാരി പാർലമെന്റിൽ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയോടുള്ള കൂറ് പരമാവധി കാണിക്കാൻ വേണ്ടി ഇന്ത്യയിലെ വളരെ ശക്തയായ അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു ലീഡറെ, എത്രത്തോളം വൾണറബിൾ ആയിട്ടുള്ള ഒരു പാവാടക്കാരി കുട്ടിയിൽ നിന്നും ഒന്ന് തൊട്ടാൽ ഞെട്ടുന്ന ഒരു പെൺകുട്ടിയിലേക്കും അവിടെ നിന്ന് എന്തൊക്കെയോ കൈ കിട്ടി ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു സ്ത്രീയിലേക്ക്, അധികാരം ശക്തമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സ്ത്രീയിലേക്ക്, പിന്നീട് എല്ലാം തകർന്ന് ജീവിതത്തിൽ ഇനി കുറച്ച് നന്മ ചെയ്തിട്ട് മരിച്ചേക്കാമെന്ന് വിചാരിക്കുന്ന ഒരു കഥാപാത്രത്തിലേക്ക് മാറുന്ന അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ദിരാഗാന്ധിയെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ വൻ ശോകമായിരുന്നു. ഈ വിറവലുകളും അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറിയിൽ നാടകം കളിച്ച് കണ്ണൊക്കെ കിടന്ന് പെടയ്ക്കാണ് എല്ലാവരും കേട്ടോ. ഇങ്ങനൊരു സിനിമയിൽ ഇങ്ങനൊരു അജണ്ട പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കേണ്ട ആളുകളൊക്കെ തന്നെയും സിനിമയിലുണ്ട്. അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ സ്ഥിരമായി അവർ ചെയ്യുന്ന പാറ്റേണിൽ തന്നെ ചെയ്തു വെച്ചിട്ടുമുണ്ട്. പിന്നെ മലയാളി സാന്നിധ്യം എന്ന് പറയുന്ന നമ്മുടെ വിശാഖ് നായർ സിനിമയിലുണ്ട്. പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് നന്നായിട്ടാണ്. അതായത് വളരെ എക്സാജറേറ്റ് ആയിട്ട് ഈ ക്യാരക്ടറിനെ ഇത്രയും വൃത്തികെട്ടവനും ക്രൂരനുമായിട്ട് കാണിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെ, അതായത് ഒരു സ്പോയിൽഡ് ചൈൽഡിൻ്റെ അമ്മയായിട്ട് നമ്മുടെ ഇന്ദിരാഗാന്ധിയെ കാണിക്കണമല്ലോ. ഫെയിലായിപ്പോയ ഒരു വൈഫായിട്ട്, ഫെയിലായിപ്പോയ ഒരു മകളായിട്ട് ഒക്കെ ഇന്ദിരാഗാന്ധിയെ പോർട്രേ ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഒരു സ്പോയിൽഡ് ചൈൽഡായിട്ട് സഞ്ജയ് ഗാന്ധിയെ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന കഠിന പരിശ്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആസ് എ പെർഫോമർ അയാൾ തനിക്ക് കിട്ടിയിട്ടുള്ള സാധനത്തിനെ കൃത്യമായി നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചില സീനുകളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഡൽഹി നമുക്ക് നവീകരിക്കണം എന്ന് പറഞ്ഞ് ഇയാൾ ഈ നാട്ടിലുള്ള പാവങ്ങളുടെ ഒന്നും അവരുടെ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ സിനിമയിൽ വിമർശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തുനിന്ന് പല മന്ത്രിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജകുമാരന്മാരോ ഒക്കെ വരുന്ന സമയത്ത് ചേരികൾക്ക് മുന്നിൽ പടുകൂറ്റൻ മതിലുകൾ പണിയുകയും അവരുടെ ജീവിതങ്ങൾ ദുസ്സഹമാക്കുകയും ചെയ്യുന്ന നിലവിലെ ഭരണകൂടത്തിനെതിരെ കങ്കണയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നെനിക്ക് ചോദിക്കാൻ തോന്നിപ്പോവാണ്. പിന്നെ നിർബന്ധിത വന്ധ്യംകരണം പോലെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സിനിമയിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെയായിരുന്നു പോരായ്മകളായിട്ടുണ്ടായിരുന്നത് അതിനെ ഒന്ന് പർവ്വതീകരിച്ച് കാണിക്കുക. ചില ആംഗിളിൽ അല്ലെങ്കിൽ ചില സീക്വൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇന്ദിരാഗാന്ധി വളരെ സ്ട്രോങ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഒരാളുടെ ജീവിത കഥ സിനിമയാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ, നല്ലൊരു ഇതൊക്കെ ആയിരുന്നു. അവസാനം മരിക്കാൻ നേരമൊക്കെ നല്ലായിരുന്നു. പക്ഷെ അവർ കാണിച്ചു കൂട്ടിയ ക്രൂരത, ഈ ക്രൂരതയ്ക്ക് എല്ലാ മനുഷ്യനും പല സൈഡും ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ക്രൂരത ഇങ്ങനെ വലുതാക്കി കാണിച്ചിട്ട് ആ ഒരു രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം സിനിമയിലുടനീളമുണ്ട്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് കോമഡി ആയി തോന്നിയ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ കാണുന്ന സിനിമ മാറിപ്പോയോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയത്, ഇതിൽ യുദ്ധമൊക്കെ പ്രഖ്യാപിക്കുകയാണ്. യുദ്ധം ആരംഭിക്കുന്ന സമയം തൊട്ട് പ്രധാനമന്ത്രിയും പിന്നെ സാം ബഹദൂറും വാജ്പേയി പാടുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ആൾക്കാർ പാട്ട് പാടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, യുദ്ധം നമ്മൾ ജയിക്കണം എന്നൊക്കെ പറയുന്ന പോലെ ഇവരിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പാട്ട് പാടിപ്പോൾ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ
അതിങ്ങനെ കാണിച്ചത് ഡിസ്നിയുടെയൊക്കെ വല്ല പടമാണോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്ന പോലെയാണ്. ഈ സാധാരണഗതിയിൽ ഒരു യുദ്ധമുണ്ടായി അതിനെ ജയിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മുടെ സൈന്യം പ്രത്യാക്രമണം നടത്തുന്നു. ഇതൊക്കെ പ്രധാനമന്ത്രിയുടെ വലിയ വിജയങ്ങളായി കാണിച്ചുകൊണ്ട് അതൊക്കെ ആ ഒരു കുഞ്ഞു ഓപ്പറേഷൻ തന്നെ വലിയ സിനിമയായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് എതിർ രാജ്യങ്ങളോട് അല്ലെങ്കിൽ ലോക രാജ്യങ്ങളോട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത കാര്യമൊക്കെ ഒരു കുഞ്ഞു പാട്ടിൽ മറ്റേ രാജകുമാരി മുടിമുറിച്ച കഥയെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യുദ്ധ സീനുകളാക്കി കാണിച്ചു തീർത്ത്. കാരണം ഇന്ദിരാഗാന്ധി കരയാൻ കിടക്കുകയാണല്ലോ, അവരിങ്ങനെ കഷ്ടപ്പെടണമല്ലോ, ഒരു അയ്യോ അവരുടെയൊക്കെ അവസ്ഥ. പിന്നെ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാതെ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. സാം ബഹദൂർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അദ്ദേഹം സ്ത്രീകൾക്ക് കൊടുത്തിരുന്നൊരു ബഹുമാനമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിക്കുക, സ്ത്രീകൾക്ക് നല്ല കേട്ടോ, അദ്ദേഹം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ബഹുമാനം ആ സിനിമയൊക്കെ കണ്ടിട്ട് നമുക്ക് അതിനോടൊരു റെസ്പെക്റ്റ് ഒക്കെ തോന്നിയിരിക്കുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു സ്ത്രീയെ റെഫർ ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളി ആസ് എ പേഴ്സൺ അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പുരുഷന് കൊടുക്കുന്ന അതേ ബഹുമാനമൊക്കെ തന്നെ സ്ത്രീക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഗേൾ എന്ന് ഇന്ദിരാഗാന്ധിയെ റെഫർ ചെയ്യുന്ന സമയത്തും നമുക്ക് ആ റെസ്പെക്റ്റ് ഫീൽ ചെയ്യും. ഐ ആസ്ക് ദ ഗേൾ ടു വെയിറ്റ് എന്ന് പുള്ളി പറയുന്നത് അവർ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പിൻ്റെ സാധനം കൂടി. അത് സാം ബഹദൂർ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഗേൾ എന്ന് വിളിക്കുന്നത് ഒരു കുറച്ച് കാണലല്ല. പക്ഷേ ഈ സിനിമയിൽ സാം ബഹദൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്നതിന് എന്തോ ഒരു വലിയ അപമാനം നേരിട്ടതുപോലെയാണ് ഫോണിലൂടെ ഇന്ദിരാഗാന്ധിയെ അറിയിക്കുന്നത്. അയാൾ പറഞ്ഞു ആ പെൺകുട്ടി വെയിറ്റ് ചെയ്യട്ടെ, ദ ഗേൾ ക്യാൻ വെയിറ്റ് എന്ന്, അങ്ങനെ എന്തോ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പരിഭ്രമിക്കുന്നത് പോലെ കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ട് മരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അങ്ങനൊരു ഭാഷ ആർമി ചീഫ് പ്രധാനമന്ത്രിയെക്കുറിച്ച് മോശം രീതിയിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാത്തടത്ത് അങ്ങനെ ഉപയോഗിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവരുടെ പരിപാടി വിജയിച്ചിട്ടുണ്ട്. കൊട്ടിഘോഷിച്ച് ഒത്തിരി പൈസയൊക്കെ മുടക്കി ഒരു പടം എടുത്ത് വെച്ചിട്ടുണ്ട്. കങ്കണ റണൌട്ട് നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ കിട്ടിയിട്ട് ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നുന്നു. ഈ സിനിമയിൽ ഈ പറയുന്ന ഇമോഷൻസ് എവിടെയും വർക്കാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് ഇന്ദിരാഗാന്ധി ശരിയാണ്, ഇവർ ഈ സിനിമയിൽ അവതരിപ്പിച്ചതുപോലെ വളരെ വീക്കായിട്ടുള്ള ഒരു സ്ത്രീ ആയിക്കോട്ടെ, എങ്ങനെയോ ജന്മാവകാശമായി കിട്ടിയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയൊക്കെയോ പിടിച്ചു തന്നൊരു സ്ത്രീയായി അവതരിപ്പിക്കുന്നതൊക്കെ പോട്ടെ, ഇതിനൊരു TV സീരിയൽ ലെവലിലേക്ക് തരം താഴ്ത്താതെ ഒരു നല്ല സിനിമയാക്കി മാറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനുള്ള ടെക്നീഷ്യൻസ് ഇവർക്ക് ഉണ്ടായിരുന്നു. കാര്യം കൊലച്ചതിയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് രസമായിട്ടാണെന്ന് പറയുന്ന പോലെ. പക്ഷേ ഈ പറയുന്നത് മുഴുവൻ എൻ്റെ ഇതുവരെയുള്ള അറിവും വിവരവും കാഴ്ചപ്പാടുകളൊക്കെ വെച്ചുകൊണ്ടുള്ള സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമാണ്. ഇത് തന്നെയാവണം എല്ലാവർക്കും എന്നില്ല. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ഇതൊരു വലിയ സഹായമായിരിക്കും. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം സിനിമയെക്കുറിച്ച് പറയാനുണ്ട്. വളരെ വയലൻ്റ് ആയിട്ടുള്ള രംഗങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. അതിലൊരു കാര്യം ഒന്നല്ല, 2 കാര്യങ്ങളും ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളുണ്ടാകും. അങ്ങനെ ഒത്തിരി വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തേക്ക്. ഈ കഴുത്തൊക്കെ വെട്ടിയിട്ട് സ്ത്രീകളുടെ തലകൾ ഉരുണ്ടു പോകുന്നു, അതിലെ മാംസവും രക്തവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ഒരു സ്ത്രീ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഈ കുഞ്ഞിനെ നിനക്ക് രക്ഷപ്പെടുത്തണം അല്ലേടി എന്ന് പറഞ്ഞ് ഒരു ഭീകരത കാണിക്കാൻ വേണ്ടിയാണ് പട്ടാളക്കാരൻ ആ കുഞ്ഞിൻ്റെ കാലെ പിടിച്ച് ഒരു തൂണിലടിച്ച് അത് ചതറിപ്പോകുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ച് വിഷ്വൽസും ഉണ്ട്. ഇത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്. ഇത് ഞാൻ സിനിമയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അത്തരം രംഗങ്ങൾ കാണാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ സിനിമ ഒഴിവാക്കുക. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഒഴിവാക്കിക്കോളൂ. ഫസ്റ്റ് ഹാഫിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കുറേ യുദ്ധമൊക്കെ ജയിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിയാണ്, എന്നാലും പുള്ളിക്കാരി പോരാ. ആസ് എ മദർ, ആസ് എ വൈഫ്, ആസ് എ പ്രധാനമന്ത്രി ഒരു ഭയങ്കര വീക്കാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ പറയുന്നത്. സെക്കൻഡ് ഹാഫ് കയറി കണ്ടാലും നിങ്ങൾക്ക് ഇത് തന്നെ എക്സ്റ്റെൻഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.